നമ്മളൊക്കെ എപ്പോഴും ഹാപ്പി നിൽക്കാൻ ആഗ്രഹിക്കാറില്ലേ? പിന്നെ എന്താ നമ്മൾ ആഗ്രഹിക്കാറ്? എല്ലാവർക്കും നമ്മളെ ഇഷ്ടാവണം. പിന്നെന്താണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി നമുക്ക് മാറണം. അത് മാത്രമല്ല, നമ്മുടെ പ്രിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്നവരായി മാറണം. അങ്ങനെ നമുക്ക് എന്താ കിട്ടുക? ആ സ്വർഗീയ ജീവിതത്തിൽ എത്തിപ്പെടണം. ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷെ അത് നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനും പറ്റും. എന്താണെന്ന് അറിയാൻ ആഗ്രഹമില്ലേ? ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ആളുകൾ ആരാണെന്ന്, ഏറ്റവും ഹാപ്പി ആയി നിൽക്കുന്ന ആരാണെന്ന് ജോൺ സി മാക്സ്വെൽ പറയുന്നുണ്ട്. ഹാപ്പിയസ്റ്റ് പീപ്പിൾ ആർ നോട്ട് ഓൾവേസ് ദി സക്സസ്ഫുൾ പീപ്പിൾ, ദേ ആർ ദി വൺസ് ഹു സെർവ് ദി ബെസ്റ്റ്. വിജയിച്ച ആളുകളൊന്നല്ല ഏറ്റവും സന്തോഷിക്കുന്ന ആളുകൾ. അത് തെറ്റിദ്ധാരണയാണ്. ഏറ്റവും നന്നായി സേവനം ചെയ്യുന്നവരാണ് ഹു സെർവ് ദി ബെസ്റ്റ്. അവരാണ് ഏറ്റവും സന്തോഷിക്കുന്ന ആളുകൾ. ഇത് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, നമ്മൾ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യേണ്ട ആരെയാ, എങ്ങനെ ചെയ്യാം? അതിന് ഞാനൊരു കഥ പറയാം. നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കഥയാണ് അമ്മ. അതിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്വാതന്ത്ര്യ സമര കാലത്ത് വീട് വിട്ടിറങ്ങുന്നുണ്ട്. ആരും അറിയാതെ പോകുന്ന കേട്ടോ. എന്നിട്ട് നാട്ടിലൂടെ ചുറ്റി നടന്ന് സമരത്തിലൊക്കെ പങ്കെടുത്ത് ജയിലിലൊക്കെ കുറേ കാലം കഴിഞ്ഞ് അങ്ങനെ കുറേ കാലത്തിന് ശേഷം വൈക്കം മുഹമ്മദ് ബഷീർ വീട്ടിലേക്ക് മടങ്ങി വരിക. രാത്രി എത്തുന്നത്, വൈകിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണെന്നോ? അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെയും കാത്ത് ഭക്ഷണം വിളമ്പിയിരിക്കുകയാണ്. ഭക്ഷണം വിളമ്പിയിട്ട് മോനെ കാത്തിരിക്കുകയാണ് ഉമ്മ. അന്നത്തെ ദിവസം മാത്രത്തെ കഥയല്ല കേട്ടോ അത്. എല്ലാ ദിവസവും ഉമ്മ മകനെ കാത്തിരിക്കുമായിരുന്നു. നമ്മളൊക്കെ സ്കൂൾ വിട്ടിട്ടോ ജോലി കഴിഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കാണാറില്ലേ, നമ്മൾ ഉമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ഉമ്മയോട് ഭക്ഷണം കഴിച്ചു എന്ന് പോലും ചോദിക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ടോ? ഒരിക്കലും ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ ഉമ്മ. നമ്മുടെ ഉപ്പമാര് നമുക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്ന ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യേണ്ടത്, ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യേണ്ടത് ആരെയാണ്? നമ്മുടെ ഉമ്മാനെ ഉപ്പാനെയല്ലേ? അത് ശരിയാണല്ലോ. നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഉമ്മാനേക്കാളും ഉപ്പാനേക്കാളും നമ്മുടെ സേവനത്തിന് അർഹരായവർ ആരുമില്ല. അതിലൂടെ നമുക്ക് സന്തോഷം കിട്ടുക. ഒരിക്കല് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഒരാളൊന്ന് ചോദിക്കുക. എന്താ ചോദിക്കുന്നത് അറിയോ? മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബത്തി. അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഏറ്റവും നന്നായി സേവനം ചെയ്യേണ്ടത് ആരെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം പറഞ്ഞു ഉമ്മയെ, 4ാമത് പറഞ്ഞു ഉപ്പയെ. അവരെക്കാള് നമുക്ക് സേവ് ചെയ്യാൻ വേറെ ആരും ലോകത്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നല്ല മക്കളാകാൻ ആഗ്രഹിക്കും. ആരാണ് നല്ലവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ ഖൈറുക്കും ലി അഹ്ലിഹി. നിങ്ങളുടെ കുടുംബത്തിൽ, വീട്ടിൽ നല്ലോല. ചില കുട്ടികളുണ്ട്, അവർ സ്കൂൾ ഫ്രണ്ട്സിനിടക്ക്, ടീച്ചേഴ്സിനിടക്ക്, നാട്ടുകാരുടെ ഇടക്ക് ഭയങ്കര നല്ല മക്കളായിരിക്കും. പക്ഷെ വീട്ടിലെത്തിയാൽ ഭയങ്കര പ്രശ്ന. ഉമ്മയും ഉപ്പയും പറയുന്ന കേൾക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നല്ല മക്കളല്ല. നല്ല മക്കള് ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ കേൾക്കുന്ന, വീട്ടിലുള്ളവർക്ക് നന്നായി പെരുമാറുന്നവരാണ് നല്ല മക്കള്. എന്ന് പറഞ്ഞാല് നാട്ടിലോട് നല്ലോണം പെരുമാറണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി മാറണം, നമ്മുടെ റബ്ബിന് ഇഷ്ടപ്പെട്ടവരായി മാറണം. അതിനെന്താ വഴി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു മാനദണ്ഡം ഉണ്ട്. എന്താണെന്നറിയോ? ലില്ലാഹി ഫീ റിളൽ വാലിദൈൻ. നിങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഉപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ ഇഷ്ടമില്ലെങ്കിലോ അള്ളാഹു നിങ്ങൾ ഇഷ്ടമില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിലും അള്ളാഹിന്റെ ഹബീബിന് ഇഷ്ടപ്പെടണമെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ ഇഷ്ടപ്പെട്ടവരായി മാറണം. നമ്മൾ വീട്ടിൽ നല്ലവരായി മാറണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ
ഉപ്പാനോട് എന്ത് ഇഷ്ടമായിരുന്നോ. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ നോക്കുക. ഒരു ഹദീസിൽ പറയുന്നത്, നമ്മുടെ ഉമ്മയെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖാമ ഇലൈഹ, എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലും. ഉപ്പ വീട്ടിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് ചെല്ലും. അഖദ ബിയദിഹ, അള്ളാഹിന്റെ ഹബീബിന്റെ ഫാത്തിമ റളിയല്ലാഹു ഉപ്പയുടെ കൈ പിടിക്കും. ഫഖബ്ബലഹ, എൻ്റെ ഉപ്പാനെ ചുംബിക്കും. ഫജലസഹ ഫി മജ്ലിസിഹി, എൻ്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കൂടെ കൊണ്ടുവരുത്തും ഉപ്പാനെ. ഉപ്പാനോട് കുശലം പറയും, ഉപ്പാനോട് സംസാരിക്കും. നമ്മുടെ ഉപ്പാനോടും ഉമ്മാനോടും നമ്മൾ അങ്ങനെ സംസാരിക്കാറുണ്ടോ? ഫാത്തിമാവിയുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഒരു സംഭവം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ മരിക്കാൻ പോകാണെന്നുള്ള ഒരു സൂചന ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊടുത്തു. പാവം ഫാത്തിമ റളിയല്ലാഹു അൻഹ സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി, സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു. അവൾക്ക് അത്ഭുതമായി, എന്തിനാ ഫാത്തിമ ചിരിച്ചത്? അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞെന്നോ? ഫാത്തിമ, ഞാൻ മരിച്ചാലേ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരികാരാ? നീ ആയിരിക്കും. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുക നീ ആയിരിക്കും എന്നുള്ളത്. നമ്മുടെ ഉപ്പയും ഉമ്മ അങ്ങനെ പറഞ്ഞാല് നമുക്ക് ഇഷ്ടാവോ? നമ്മളത് ആഗ്രഹിക്കോ? അവിടെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഉപ്പ മരിച്ചാലും എനിക്ക് ആദ്യം ഉപ്പാൻ്റെ അടുത്ത് എത്തണം. ഈ ദുനിയാവ് വിട്ടാലും കുഴപ്പമില്ല. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നമ്മുടെ റിയൽ ലൈഫ് എവിടെയാ? പരലോകത്തല്ലേ. സൂറത്ത് തൂറിൽ പറയുന്നത്, വല്ലദീന ആമനൂ വത്തബഅത്ഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും. അതായത് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ ഈമാനോട് കൂടി വളർന്നു കഴിഞ്ഞാല് നമ്മുടെ ഉപ്പാന്റെ ഉമ്മാന്റെ കൂടെ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വപ്നം കണ്ടത് അവിടെ ഒന്നിച്ച് ജീവിക്കാനാ. അതിന് ഇൻഷാ അല്ലാഹ് നമ്മള് നമ്മുടെ കുടുംബങ്ങളിൽ നല്ലവരായി മാറുക. ഉമ്മ, ഉപ്പ, നമ്മുടെ ബ്രദേഴ്സ്, നമ്മുടെ സിബ്ലിങ്സ്, അങ്ങനെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന മക്കളായി മാറുക. നമുക്ക് ലൈഫിൽ വിജയിക്കാന്ന് മാത്രമല്ല, നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.